20% എഥനോൾ കലർത്തിയ പെട്രോൾ 2030-ൽ റോൾ ഔട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് 2025-ൽ തന്നെ റോൾ ഔട്ട് ചെയ്തത് സംബന്ധിച്ച് അതിനെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ, എന്തുകൊണ്ടിത് 2025-ൽ നേരത്തെ തന്നെ റോൾ ഔട്ട് ചെയ്തു എന്ന ചോദ്യം, അത് ഡിസ്റ്റിലറികളെ സഹായിക്കാനാണോ, ഡിസ്റ്റിലറികളുടെ ഉടമസ്ഥാവകാശമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പ്രേരണയാലാണോ, ഇങ്ങനെ പലതരത്തിലുള്ള തർക്കങ്ങൾ രാജ്യത്ത് ഉയരുന്നുണ്ട്. ഇതിനൊക്കെ കൃത്യമായ മറുപടി സർക്കാർ നൽകുന്നുണ്ടോ? ഉപഭോക്താക്കളെ സംബന്ധിച്ച്, വാഹന ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഇതുണ്ടാക്കുന്ന അധിക ഭാരം എത്രയാണ്? അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ? ഉപഭോക്തൃ അവകാശ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് വാഹന ഉപഭോക്താക്കൾ എന്നുള്ള നിലയിൽ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇങ്ങനെ പല നിലയ്ക്കുള്ള ഡിബേറ്റ് ഉയർന്ന് വന്നിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ബഷീർ, ജനറലി ആദ്യം ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എഥനോൾ മിശ്രിത ഇന്ധനം ഉപയോഗിക്കുക എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകുന്നത്. ലോകത്ത് മറ്റ് പല രാജ്യങ്ങളും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ നേരത്തെ തുടങ്ങിയതാണ് ചെറിയ തോതിലുള്ള എഥനോൾ മിക്സ് ചെയ്യുക എന്നുള്ളത്. അത് ഘട്ടം ഘട്ടമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു തീരുമാനം. അത് വളരെ പെട്ടെന്ന് 2030-ൽ തീരുമാനിച്ചിരുന്നത് 2025-ൽ നടപ്പാക്കിയതാണ് ഇപ്പോൾ ഉള്ളൊരു ക്രൈസിസിൻ്റെ കാരണമായിട്ട് പറയുന്നത്. അതിൽ തന്നെ ഈ 20% എഥനോൾ ചേർത്ത ഇന്ധനം ഉപയോഗിക്കാൻ പാകത്തിൽ വാഹനങ്ങൾ പൂർണ്ണമായും മാറാതെ ഇത് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ചാണ് ഈ പാർട്ടാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ലോകം മുഴുവൻ പല രാജ്യങ്ങളും ഈ പരമ്പരാഗത അല്ലെങ്കിൽ ഫോസിൽ അധിഷ്ഠിത ഇന്ധനത്തിൽ നിന്ന് നേരിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന, അതല്ലെങ്കിൽ ഫാം പ്രൊഡക്റ്റിൽ നിന്നൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഇന്ധന മാതൃകകളിലേക്ക് മാറുന്ന രീതി ലോകം മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ അതിൽ ആദ്യത്തെ രാജ്യമോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമോ ഒന്നുമല്ല. ഇപ്പോൾ ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇത് വളരെ വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പൂർണ്ണമായും എഥനോൾ ഉപയോഗിച്ചോടുന്ന വാഹനങ്ങളുടെ ശൃംഖല തന്നെ രൂപപ്പെട്ടു വരുന്നുണ്ട്. 10% പെട്രോൾ എന്നത് ലോകത്തിൻ്റെ 10% എഥനോൾ എന്നത് ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ വാഹന വിപണിയിലും ഏതാണ്ടൊരു നോർമലൈസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. 10% അതിൻ്റെ ഒരു ബെഞ്ച് മാർക്കായിട്ട് വെച്ചിരുന്നത്. എന്നാൽ 20% ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യങ്ങളുണ്ട്, 30% വരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യങ്ങളുണ്ട്. E85 എന്ന ഒരു ഇന്ധനം തന്നെ നിലവിലുണ്ട്. അതായത് 51% മുതൽ 83% വരെ റേഞ്ചിൽ എഥനോൾ ഉപയോഗിക്കുന്ന ആ ഒരു റേഞ്ചിലുള്ള അത്തരത്തിലുള്ള വാഹനങ്ങളുണ്ട്. പക്ഷേ വാഹന നിർമ്മാണ സാങ്കേതിക വിദ്യയിലും അല്ലെങ്കിൽ ഫ്യുവൽ സിസ്റ്റത്തിൻ്റെ സാങ്കേതിക വിദ്യയിലും ക്രമാനുഗതമായ വളർച്ചയും ട്രാൻസ്ഫോർമേഷനും സംഭവിക്കുന്ന മാർക്കറ്റുകളിലാണ് യഥാർത്ഥത്തിൽ ഇത് പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയുടെ കാര്യത്തിൽ സംഭവിച്ചത്, ഈ വിവാദങ്ങളുടെ അടിസ്ഥാനം രാജീവ് ആമുഖത്തിൽ പറഞ്ഞതുപോലെ കുറച്ചു കാലം കൂടി കഴിഞ്ഞ് ഒരു 5-8 വർഷത്തിന് ശേഷം ചെയ്യേണ്ടിയിരുന്ന ഒരു പരിഷ്കാരം പൊടുന്നനെ പെട്ടെന്ന് ഒന്നിച്ച് നടപ്പാക്കാൻ ശ്രമിച്ചു എന്നതാണ്. ഈ സർക്കാരിൻ്റെ തന്നെ ഒരു പ്രത്യേകതയായി കണക്കാക്കുന്നത്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു സിവിൽ കോഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒറ്റ തരത്തിലുള്ള പെട്രോൾ എന്നത് ഒന്നിച്ച് നടപ്പാക്കാൻ ശ്രമിച്ചു എന്നതാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് എക്കണോമിക് അഡ്വൈസർ തന്നെ ഏറ്റവും ഒടുവിൽ പഴയ രീതിയിലേക്ക്, അതായത് E10 എന്ന രീതിയിലേക്ക് 10% എഥനോൾ കലർത്തിയ പെട്രോൾ കൂടി അവൈലബിൾ ആക്കണം, കൺസ്യൂമേഴ്സിന് അതുകൂടി ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ലഭ്യമാക്കണം എന്ന നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അതുപോലെ വാഹന നിർമ്മാതാക്കളുടെ കൺസോർഷ്യം, അവരുടെ ഒരു ഫെഡറേഷൻ പരാതി ആയിട്ട് ഇതിൻ്റെ ഒരു കൺസേൺ ഉന്നയിച്ചു കഴിഞ്ഞു. വാഹനങ്ങളെ ഇത് ബാധിക്കുന്നു എന്ന്. എഥനോൾ അധിഷ്ഠിത അല്ലെങ്കിൽ എഥനോൾ കലർത്തിയ വാഹനങ്ങൾക്ക് ഉണ്ടാകേണ്ട സ്പെസിഫിക്കേഷൻ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മിക്കവാറും വാഹനങ്ങൾക്കായിട്ടില്ല എന്ന പ്രശ്നം ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് ഉള്ള ഒരു തീർത്തും ശാസ്ത്രീയമായ സാങ്കേതികമായ ഒരു ഡിസ്കഷനാണ് യഥാർത്ഥത്തിൽ അതേ ചൊല്ലി നടക്കേണ്ടത്. അതിന് പകരം അതിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയായി മാറിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടി അത് വലിയ തോതിൽ ഏറ്റെടുത്തു. കോൺഗ്രസ് പാർട്ടി തന്നെ, രാഹുൽ ഗാന്ധി ഈ E20 ഫ്യൂവലിൻ്റെ കാര്യത്തിൽ ഇടപെട്ടു. അതോടൊപ്പം തന്നെ രാജീവ് പറഞ്ഞതുപോലെ ഈ ഡിസ്റ്റിലറി ഓണേഴ്സിൻ്റെ കാര്യത്തിലും അതുപോലെ ഫാം അധിഷ്ഠിത വ്യവസായവുമായി ബന്ധപ്പെട്ട ചില നേതാക്കളുടെ കാര്യത്തിലുമൊക്കെ
അലിഗേഷൻസ് അവർക്കൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇക്കാര്യത്തിൽ ഉണ്ടാകാം. അതിൽ നിതിൻ ഗഡ്കരിയുടെ കാര്യമാണ് ഏറ്റവും കൂടുതലായി ചർച്ചയിലേക്ക് വന്നത്. ഈ വിധത്തിൽ ഇത് ഒരു വാഹന വിപണിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ പ്രശ്നം എന്ന നിലയിൽ നിന്ന് ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയായി ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ പ്രശ്നം കൂടിയായി മാറുന്നു എന്ന് പറയുമ്പോഴേ, രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നതിന് ഈ പറയുന്ന ഇപ്പോൾ നിതിൻ ഗഡ്കരി അടക്കമുള്ള രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള ഈ ഷുഗർ മിൽ ഓണർമാരായിരിക്കുന്ന ആളുകളുടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിന് അപ്പുറത്ത് വേറെയും കുറേ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇതിലുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ ഈ കോൺട്രവേഴ്സി ഉയർന്നു വന്നതിന് ശേഷം കേന്ദ്ര സർക്കാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോയിൻ്റ് ബൈ പോയിൻ്റ് വെച്ചിട്ട് കുറേ മറുപടി ഇക്കാര്യത്തിൽ കൊടുത്തു. അതായത് ഒന്ന്, വാഹനങ്ങൾ പഴയ മോഡൽ, അതായത് E10 10% എത്തനോൾ മാത്രം ഉപയോഗിക്കാൻ, എത്തനോൾ കലർന്ന പെട്രോൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുന്നത് മൂലം ഇടയ്ക്കിടയ്ക്ക് തകരാറുകൾ ഉണ്ടാകുന്നു. അത് അടിക്കടി സർവീസ് ചെയ്യേണ്ടി വരുന്നു, ഉപകരണങ്ങൾ മാറ്റേണ്ടി വരുന്നു, ഇങ്ങനെയുള്ള തകരാറുകൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു അലിഗേഷനുണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള മറുപടി, അങ്ങനെ ഒരു സംഭവമേ രാജ്യത്തില്ല, അത് എന്താ പറയുക, സാധാരണ നിലയ്ക്ക് തന്നെയാണ് മാറുന്നത്. പക്ഷേ ചില വാഹനങ്ങളിൽ ഈ ചില റബ്ബർ ട്യൂബുകളൊക്കെ ചെറുതായിട്ട് മാറ്റേണ്ടി വരുന്നുണ്ട്, അതൊഴിച്ച് നിർത്തിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് വിശദീകരിക്കുന്നു. അങ്ങനെ വലിയ ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് വിശദീകരിക്കുന്നു. അതിൽ ഏറ്റവും കൗതുകരമായി എനിക്ക് തോന്നിയത്, ഇതുവഴി രാജ്യത്തെ കർഷകർക്ക് വലിയ തോതിലുള്ള നേട്ടമുണ്ടായിരിക്കുന്നു എന്നുള്ളൊരു വാദം ഉന്നയിക്കുന്നുണ്ട്. അതായത് പെട്രോളിൽ എഥനോൾ മിക്സ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി രാജ്യത്ത് എഥനോൾ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷുഗർ കെയിൻ അല്ലെങ്കിൽ അരി അല്ലെങ്കിൽ ചോളം, ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് വലിയ തോതിലുള്ള നേട്ടമുണ്ടായിരിക്കുന്നു എന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. ആ അവകാശവാദം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഡിഫൻസ്. അതായത് രാജ്യത്ത് കാർഷിക മേഖലയിലേക്ക് ഒരു പുതിയ ഡിമാൻഡ് ഈ കാര്യത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പരിഷ്കാരം എന്നാണ് പറയുന്നത്. അതിൻ്റെ കണക്ക് വെച്ച് അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, കണക്ക് വെച്ച് പ്രൂവ് ചെയ്യപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു കൗതുകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഷുഗർ കെയിൻ, കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ, അതാണ് ഏറ്റവും കൂടുതൽ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കരിമ്പിൻ്റെ ചണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഷുഗർ ഉൽപ്പാദനത്തിന് ശേഷം ബാക്കി വരുന്ന സംഗതിയാണ് എഥനോൾ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. കർഷകരിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ തറവിലയ്ക്ക്, മിനിമം സപ്പോർട്ട് പ്രൈസിന് ഈ മില്ലുകൾ കരിമ്പ് വാങ്ങുന്നത് പഞ്ചസാര ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ എഥനോൾ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടല്ല. പഞ്ചസാര ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് കുറഞ്ഞ തറവിലയ്ക്ക് മുൻപും, അതായത് ഈ എഥനോൾ മിശ്രിതം ആരംഭിക്കുന്നതിന് മുമ്പും മില്ലുകൾ കരിമ്പ് വാങ്ങിക്കൊണ്ടിരുന്നു. അത് പഞ്ചസാര ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടാണ്. പഞ്ചസാര ഉൽപ്പാദനം കഴിഞ്ഞിട്ട് ഉള്ള സംഗതിയാണ് അവർ എഥനോൾ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ കർഷകർക്ക് എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പൈസ കൂടുതലൊന്നും കരിമ്പ് വിൽക്കുമ്പോൾ കിട്ടില്ല. അതുപോലെ അരിയുടെ കാര്യത്തിലും ചോളത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ഇതേപോലെ സപ്പോർട്ട് പ്രൈസസ് ഉണ്ട്. ആ സപ്പോർട്ട് പ്രൈസസിന് എല്ലാ കാലത്തും സംഭരിക്കപ്പെടുന്നുമുണ്ട്. ആ സംഭരണം എപ്പോഴും നടക്കുന്നുണ്ട്. അല്ലാതെ എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് കർഷകർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ലാഭമോ നേട്ടമോ ഉണ്ടാകുന്നതായിട്ട് എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പക്ഷേ സർക്കാർ അവകാശപ്പെടുന്നത് എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി കോടിക്കണക്കിന് രൂപ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഡയറക്റ്റായിട്ട് എത്തുന്നു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്, കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോ, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഇപ്പോൾ കരിമ്പിൻ്റെ കാര്യത്തിൽ വളരെ എക്സ്പ്ലിസിറ്റ് ആണിത്. ഷുഗർ മിൽ ഉടമകളാണ് കുറഞ്ഞ സപ്പോർട്ട് പ്രൈസിന് ഈ കരിമ്പ് കർഷകരിൽ നിന്ന് ശേഖരിക്കുന്നത്. അവരാണ് കർഷകർക്ക് പൈസ കൊടുക്കുന്നത്, അല്ലാതെ സർക്കാർ നേരിട്ടല്ല. അതുപോലെ ഇത് വാഹനങ്ങളിൽ ഉണ്ടാക്കുന്ന ഡാമേജ് എന്നതാണ് ഒരു പബ്ലിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്ന്, അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി സംബന്ധിച്ചുള്ള തർക്കം. രണ്ടാമത്, ഇത് വാഹനങ്ങളിൽ, പ്രത്യേകിച്ചും പഴയ തലമുറയിലെ വാഹനങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അത് സർക്കാർ അതിന് പറയുന്ന മറുപടി എക്സാജറേറ്റഡ് ആണ്. ഈ കണക്കുകൾ ഓവർ എസ്റ്റിമേറ്റഡ് ആണ്, അത്രയൊന്നും ഡാമേജ് ഉണ്ടാവുന്നില്ല, അതിനുള്ള ശാസ്ത്രീയമായ പിൻബലവുമില്ല എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സർക്കാർ അത് വിശദീകരിക്കുമ്പോൾ സർക്കാർ പറയുന്നത് ഡാമേജ് എന്ന് പറയുന്നത് ഇത്രത്തോളം ഒന്നുമില്ല.
ചെറിയ ചെറിയ ഡാമേജ്, ടയർ ആൻഡ് വെയർ എന്നുള്ളത് വാഹനം കൂടുതൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് സാധാരണ നിലയ്ക്കുണ്ടാകുന്നത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനേക്കാൾ ചില സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ചില കേസുകളിലോ കുറച്ച് അധികം ഉണ്ടാകുന്നുണ്ട്. അതിനപ്പുറം ഒരു പ്രശ്നവും ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്. മൈലേജിൻ്റെ കാര്യത്തിൽ സർക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്ററിൻ്റെ ഒക്കെ കുറവ്, അല്ലെങ്കിൽ 3 മുതൽ 7 കിലോമീറ്റർ ശരാശരി, അങ്ങനെ വളരെ ചെറിയ കുറവ് മൈലേജിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളൊരു എക്സ്പ്ലനേഷനാണ്. അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. PIB ഇറക്കിയ വാർത്താക്കുറിപ്പിൽ അത് കൃത്യമായി പറയുന്നത് 3%. 3%. 100-ൽ 3 എന്നുള്ളത് 3%. അപ്പോൾ അങ്ങനെയാണ് സർക്കാർ വിശദീകരിക്കുന്നത്. മൈലേജിൽ കാര്യമായ കുറവൊന്നും സംഭവിക്കുന്നില്ല. എങ്കിൽ പോലും കുറവ് സംഭവിക്കുന്നുണ്ട് എന്ന് ചെറിയ അളവിലാണെങ്കിലും സർക്കാർ സമ്മതിക്കുന്നുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഈ ഹൈസ്കൂൾ ക്ലാസ്സിൽ ഈ ഊർജത്തിൻ്റെ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ തന്നെ എഥനോളിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജത്തിൻ്റെ തോത് എന്ന് പറയുന്നത് ഏതാണ്ട് 30-നടുത്താണ്. അതായത് ഒരു യൂണിറ്റ് എഥനോളിന് 30 കിലോ ജൂൾസ്, അങ്ങനെയാണ് അതിന് പറയുക. ജൂൾസാണ് ഊർജത്തിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. 30 കിലോ ജൂൾസ് പെർ യൂണിറ്റാണ് എഥനോളിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത്. അതേസമയം പെട്രോളിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് 48-നടുത്താണ്. അതായത് 48 കിലോ ജൂൾസ് പെർ യൂണിറ്റ് പെട്രോളിന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. എഥനോളിന് 30-നടുത്തേ പറ്റൂ എന്നുള്ളതെങ്കിൽ പെട്രോളിന് 48-നടുത്ത് പറ്റും. അതായത് എഥനോൾ കലർത്തുന്നതോടുകൂടി ഈ ഊർജ്ജോൽപാദനം, നമ്മളിപ്പോൾ വാഹനത്തിൽ പെട്രോൾ അടിച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജോൽപാദനത്തിൻ്റെ തോത് ഈ എഥനോൾ കൂട്ടുന്നതിനനുസരിച്ച് കുറയുകയാണ് ചെയ്യുക. ഊർജ്ജോൽപാദനത്തിൻ്റെ തോത് കുറയും. ഊർജ്ജോൽപാദനത്തിൻ്റെ തോത് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും എഫിഷ്യൻസിയെ ബാധിക്കും. എഫിഷ്യൻസിയെ ബാധിച്ചാൽ മൈലേജ് കുറയും. ഇതൊരു എന്താ പറയുക, ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകൾക്ക് വരെ മനസ്സിലാവുന്ന ഒരു സാധാരണ സംഗതിയാണ്. അതുപോലും കണക്കിലെടുക്കാതെയാണ് സർക്കാർ പറയുന്നത് എഥനോൾ കൂട്ടിയതുകൊണ്ട് ഒരു വാഹനത്തിൻ്റെ ഇന്ധനക്ഷമതയെയോ അല്ലെങ്കിൽ മൈലേജിനെയോ ഒന്നും കാര്യമായി ബാധിക്കുന്നില്ല എന്നുള്ളത്. 20% എഥനോൾ ചേർത്ത് കഴിഞ്ഞാൽ അതിന് ആനുപാതികമായ ഊർജ്ജക്ഷമതയെ ആ പെട്രോളിന് കിട്ടുള്ളൂ. ഒറിജിനൽ പെട്രോളിന് കിട്ടുന്ന, അതായത് 30 കിലോ ജൂൾസ് പെർ യൂണിറ്റിന് എന്നുള്ളത് ഒറിജിനൽ പെട്രോൾ ആണെങ്കിൽ അത് 48 വരെ കിട്ടാം. അപ്പോൾ ആ ഊർജ്ജം കിട്ടില്ല, വസ്തുത അവിടെയുണ്ട്. മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ്റെതായി വന്ന പരാതിയിൽ അവർ പറഞ്ഞത് രാജ്യത്തെ 18 സ്ഥലങ്ങളിലോ മറ്റോ നടത്തിയ ടെസ്റ്റിൽ ഇത് പ്രൂവ് ചെയ്യപ്പെട്ടു, കണ്ടാമിനേഷൻ കണ്ടെത്തി എന്നതാണ്. അതായത് എഥനോളിൽ തന്നെ കലർപ്പുണ്ട് എന്നത്. അതായത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായി നിന്ന് കളക്ട് ചെയ്ത ഫ്യൂവൽ സാമ്പിളിൽ അതിൽ എഥനോളിൽ വെള്ളത്തിൻ്റെയും ക്ലോറിൻ്റെയും അളവ് കൂടി അളവ് ആവശ്യത്തിലധികമായി എന്ന വിധത്തിലുള്ളത്. അത്തരത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സംവിധാനം മുഴുവനായും വിന്യസിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഇതിലേക്ക് മാറി എന്നതൊരു പ്രശ്നമാണ്. മാനുഫാക്ചറേഴ്സിനെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10% എഥനോൾ ഉപയോഗിക്കുന്ന പെട്രോൾ, എഥനോൾ ചേർത്ത പെട്രോൾ, അതിന് പാകത്തിലാണ് 2023 വരെ നിർമ്മിച്ച വാഹനങ്ങളൊക്കെ ഉള്ളത്. 10% പെട്രോൾ, E10 പെട്രോളിന് പാകത്തിനാണ് കമ്പനികൾ വാഹനങ്ങൾ നിർമ്മിച്ചത്. അത്രയും ജലാംശമുണ്ടെങ്കിലും തുരുമ്പെടുക്കാത്ത വസ്തുക്കൾ വിധത്തിലാണ് അതിൻ്റെ നിർമ്മാണം രൂപകൽപ്പനയൊക്കെ ചെയ്തത്. അവിടെ 20% ആക്കുമ്പോൾ കൂടുതൽ മോയ്സ്ചർ അവിടെ ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ നേരത്തെ ബഷീർ സൂചിപ്പിച്ച നിലവാരമില്ലാത്ത എഥനോൾ പല ഭാഗത്തും ഉപയോഗിക്കുന്നത് കൊണ്ട് പല മൂലകങ്ങളുടെയും റെസിഡ്യൂ അവിടെ ബാക്കിയാവും ഇത് ഉപയോഗിച്ചതിന് ശേഷം. അതും വാഹനങ്ങളുടെ എൻജിനൊക്കെ കേടുവരുത്തുന്നു എന്നുള്ള വിമർശനം ഈ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ തന്നെ ഔദ്യോഗികമായി തന്നെ സർക്കാരിനെ അറിയിച്ചിരുന്നു. പക്ഷേ ആ കത്ത് പുറത്തേക്ക് വന്നതോടുകൂടി ഇവർ ഈ കത്ത് പിൻവലിച്ച്, അല്ല ഞങ്ങൾ അങ്ങനെ കൂടുതൽ ഡാറ്റ വെരിഫിക്കേഷൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കത്ത് പിൻവലിക്കുക ചെയ്ത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു വാഹനം വാങ്ങുമ്പോൾ, ഇപ്പോൾ ഞാനിപ്പോൾ 2020 ഒരു കാറ് വാങ്ങിയത് എന്ന് വിചാരിക്കുക. 2020 കാറ് വാങ്ങുമ്പോൾ ഞാനിത് 15 വർഷം ഉപയോഗിക്കാൻ പാകത്തിലേക്കുള്ള നികുതി ഒറ്റത്തവണയായി ഒടുക്കിയിട്ടാണ് ഈ കാറ് നിരത്തിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ കൺസ്യൂമർ എന്നുള്ള നിലയ്ക്ക് എനിക്കിത് 15 കൊല്ലം അവർ അക്കാലത്ത് രൂപകൽപ്പന ചെയ്ത എൻജിൻ ഉപയോഗിച്ചുകൊണ്ട് അവരന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മാക്സിമം ഫ്യൂവൽ എഫിഷ്യൻസി ലക്ഷ്യമിട്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിന് ആനുപാതികമായി അത് ഉപയോഗിക്കാനുള്ള അവകാശം ഒരു കൺസ്യൂമർ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട്. അതിനിടയ്ക്ക്
2020 ഞാൻ അന്നത്തെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള വാഹനം വാങ്ങുന്നു. 2030 നടപ്പാക്കും എന്ന് പറഞ്ഞൊരു സംഗതി 2025 കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് വഴി എൻ്റെ വാഹനത്തിൻ്റെ എഞ്ചിന് തകരാറുണ്ടാകുന്നു, അല്ലെങ്കിൽ എൻ്റെ വാഹനത്തിന് ഞാൻ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ കമ്പനി പറയുന്ന ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്നില്ല എങ്കിൽ കൺസ്യൂമർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അവകാശങ്ങളാണ് ലംഘിക്കപ്പെടുന്നത്. കാരണം ഞാൻ സർക്കാരിലേക്ക് 15 കൊല്ലത്തേക്കുള്ള ടാക്സ് വൺ ടൈം അടച്ചിട്ടാണ് വാഹനം നിരത്തിലിറക്കുന്നത്. അപ്പോൾ ഇതൊരു ഗൗരവമുള്ള പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം, വാഹനം അടിക്കടി തകരാറിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാഹന ഉടമകൾ ഇതിൻ്റെ ഡീലേഴ്സിൻ്റെ അടുത്തായിരിക്കും ആദ്യം കൊണ്ടുപോകുക. കാരണം ഒരു വാറണ്ടി പീരീഡ് കഴിയുന്നത് വരെ ഡീലേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകും. പിന്നെ അവരുമായിട്ടായിരിക്കും യുദ്ധം. അവർ പറയുന്നത് ഞങ്ങളുടെ കുഴപ്പമല്ല, ഇത് E20 ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്, അത് സർക്കാരിൻ്റെ പ്രശ്നമാണ്, ഞങ്ങളല്ല അതിന് ഉത്തരവാദി എന്ന് പറയും. ഈ കൺസ്യൂമറിനെ സംബന്ധിച്ച് ഇത് ഡീലറോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ പ്രധാനമന്ത്രിയോടോ പെട്രോളിയം നാച്ചുറൽ ഗ്യാസിൻ്റെ ചുമതലയുള്ള മന്ത്രിയോടോ പോയിട്ട് നിങ്ങളിത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്, നിങ്ങളിത് നേരത്തെ ഇറക്കിയത് കൊണ്ടാണ് എൻ്റെ വണ്ടി തകരാറായത്, അതുകൊണ്ട് നിങ്ങളിത് നന്നാക്കി തരണം എന്ന് നമുക്ക് പ്രധാനമന്ത്രിയോടോ പെട്രോളിയൻ്റെ നാച്ചുറൽ ഗ്യാസിൻ്റെ മന്ത്രിയോടോ പോയി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പോയി ഈ ഡീലറോടാണ് പറയുക. അവിടെ ഒരു എന്താ പറയുക, വലിയ വാക്ക് തർക്കത്തിനോ അല്ലെങ്കിൽ ഒരു റിഫ്റ്റിനോ ഉള്ളൊരു അന്തരീക്ഷം ഉണ്ടാകുന്നു. ഈ വാറണ്ടി പീരീഡൊക്കെ കഴിഞ്ഞ് നമ്മൾ നോർമലി റിപ്പയർ ചെയ്യുന്ന സാധാരണ കടകളിലേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ വളരെ കൃത്യമായിട്ട് പറയും ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെയാണ്, ഇത് ഉപയോഗിച്ചതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് മോയ്സ്ചറിൻ്റെ അളവ് കൂടുമ്പോൾ റസ്റ്റ് കൂടി കഴിയുമ്പോൾ എന്താ പറയുക, പലതിലും ലീക്ക് വരും, അതുകൊണ്ടൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്, നിങ്ങളിത് മാറ്റല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്ന് പറയും. അപ്പോൾ ഒരു 15 വർഷത്തിനുള്ളിൽ നമ്മൾ മെയിൻ്റനൻസിന് വേണ്ടി, ഒരു വാഹനത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്ന തുക വലിയ തോതിൽ കൂടുന്നു എന്നുള്ളൊരു പ്രശ്നമാണ് ഈ പറയുന്ന കൺസ്യൂമർ എന്നുള്ള നിലയ്ക്ക് എന്താ പറയുക രാജ്യത്തെ പൗരന്മാർ അനുഭവിക്കേണ്ടി വരുന്നത്. ഇതിനൊന്നും കൃത്യമായ മറുപടി എന്താ പറയുക, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് വെറുതെ അങ്ങ് ഒരു പ്രസ് റിലീസിൽ പറഞ്ഞു വെച്ചാൽ പോരല്ലോ, ഇതിനൊക്കെ ഒരു കൃത്യത വേണമല്ലോ. ഇതിലെ ഒരു രാഷ്ട്രീയ ഭാഗത്തേക്ക് വീണ്ടും വന്നാൽ 2030 നടപ്പാക്കേണ്ട ഒരു കാര്യം കുറെ കൂടി ഏർലി സ്റ്റേജിൽ നടപ്പാക്കുന്നു എന്നതാണല്ലോ ഇതിൻ്റെ ഒരു മർമ്മം എന്ന് പറയുന്നത്. അതിനെന്തെങ്കിലും സാമ്പത്തികമായ കാരണങ്ങളുണ്ടാകുമോ? സാമ്പത്തിക കാരണങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഇപ്പോൾ ഈ എത്തനോൾ പെട്രോളിൽ കലർത്തുക എന്ന് പറയുന്നൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ പൊളിറ്റിക്സിനെ അവിടുത്തെ ഈ ഷുഗർ മിൽ ഉടമകൾ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ നേരത്തെ മുതൽ തന്നെയുണ്ട്. അത് കോൺഗ്രസ് അവിടെ പ്രബലമായിരുന്ന കാലത്തുണ്ട്. ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ NCP വേറിട്ട് പോയപ്പോൾ ശരത് പവാറിനെ അവർ പിന്തുണച്ചിട്ടുണ്ട്. പിന്നീട് BJPയെയും അവർ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലോബി രാഷ്ട്രീയത്തിൽ മുൻകാലം മുതൽ തന്നെ വലിയ തോതിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച നമ്മൾ ഇവിടെയും കാണേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച് നിർത്തലാക്കിയ ഇലക്ട്രൽ ബോണ്ട് സ്കീമുണ്ടല്ലോ, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഷുഗർ മിൽ ഉടമകൾ 2 കോടിക്ക് ഇലക്ട്രൽ ബോണ്ട് എടുത്ത BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത ഷുഗർ മിൽ ഉടമകളുണ്ട്. 80 ലക്ഷത്തിൻ്റെ ഇലക്ട്രൽ ബോണ്ട് എടുത്ത ഷുഗർ മിൽ ഉടമകളുണ്ട്. ഇതൊക്കെ ഒഫീഷ്യലി കൊടുക്കുന്ന പണം മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള നിലയിൽ. അല്ലാതെ കൊടുക്കുന്ന പണം വലിയ തോതിലുണ്ട് ഷുഗർ മിൽ ഉടമകളുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഇത് ഈ പോളിസി ഷിഫ്റ്റിനെ സ്വാധീനിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയാം. അതിനൊപ്പമാണ് ഈ പറയുന്ന എഥനോൾ മിശ്രണം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ ഷുഗർ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും പിന്നീട് രാഷ്ട്രീയത്തിൽ വളരുകയും BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ എത്തുകയും അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കെ ഈ ഷുഗർ മിൽ ഇടപാടിൽ കൃത്രിമത്വം കാണിച്ചു അല്ലെങ്കിൽ കണക്കുകളിൽ വെട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ് ഇൻകം ടാക്സിൻ്റെ ആരോപണം നേരിടുകയും ഒക്കെ ചെയ്ത നിതിൻ ഗഡ്കരി, അദ്ദേഹം അന്ന് ആരോപണം നേരിട്ടതിനൊന്ന് BJP അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വന്നു. അദ്ദേഹത്തിന് ഇതിലുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 2 മക്കൾ നിഖിൽ ഗഡ്കരിയും സാരംഗ് ഗഡ്കരി, ഈ 2 പേർക്ക് 2 ഫാം അധിഷ്ഠിത വ്യവസായങ്ങളുടെ ഒരാൾ അതിൻ്റെ ഉടമസ്ഥതയിലുള്ള ആളുകളാണ്. എന്ന് മാത്രമല്ല 2022-2023 ആകുമ്പോഴേക്കും അവർ ഈ എത്തനോൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റി കൂട്ടിയിട്ടുണ്ട് എന്ന ആക്ഷേപമുണ്ട്. അതിൽ ഒരാളുടെ കാര്യത്തിൽ 170 കോടി ആനുവൽ ടേൺ ഓവർ ഉണ്ടായിരുന്ന ബിസിനസ് ഒറ്റ വർഷം കൊണ്ട് 1100 കോടിയുടെ ആനുവൽ ടേൺ ഓവറിലേക്ക് വളർന്നു എന്ന ആക്ഷേപം നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഉള്ള പ്രശ്നം, നിതിൻ ഗഡ്കരി പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ചുമതലയിലല്ല, ഉപരിതല ഗതാഗതത്തിനെയും ഹൈവേയുടെയും ചുമതലയിലുള്ളതാണ്. അദ്ദേഹം അതിന് നൽകിയ വിശദീകരണം,
എൻ്റെ ഫാമിലിയുടെ ബിസിനസ് എന്ന് പറയുന്നത് 0.5% പോലും ഇല്ല ഇന്ത്യയുടെ എത്തനോൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം ഇതിൻ്റെ പ്രൊക്വയർമെൻറ്റുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല എന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്. കോൺഗ്രസ് വളരെ സ്പെസിഫിക്കായി ഈ ആക്ഷേപം ഏതാണ്ട് കഴിഞ്ഞ വർഷം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഈ രീതിയിലാണ് അതിൻ്റെ മറുപടി നൽകപ്പെട്ടത്. ഇതിലൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നത് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ തന്നെ ആ ഒരു ഇൻട്രസ്റ്റ് അവിടെ ഉണ്ടോ? ആ ഇൻട്രസ്റ്റ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഇപ്പോൾ നിതിൻ ഗഡ്കരി അത് വിശദീകരിക്കുന്നത് ഒരു പക്ഷേ ടെക്നിക്കലി കറക്റ്റായിരിക്കും, അല്ലെങ്കിൽ ഫിഗേഴ്സ് വെച്ച് കറക്റ്റായിരിക്കും. എത്തനോൾ പ്രൊഡക്ഷൻ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളുടെ ഉടമസ്ഥതയിലുള്ള ഡിസ്റ്റിലറി യൂണിറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എത്തനോളിൻ്റെ അളവ് എന്ന് പറയുന്നത് രാജ്യത്താകെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ 0.5% ഒരു പക്ഷേ ഉണ്ടാവുകയുള്ളൂ. അത് വസ്തുതയായിരിക്കാം. പക്ഷേ ഇതൊരൊറ്റ ഇൻഡസ്ട്രി മാത്രമല്ല. ഇപ്പോൾ ബഷീർ നേരത്തെ സംസാരിച്ചപ്പോൾ അവരുടെ എത്തനോൾ ഉൽപ്പാദന ശേഷി ഒരു നിശ്ചിത കാലയളവിനപ്പുറം വലിയ തോതിൽ വർദ്ധിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇത് അവരുടെ മാത്രമല്ല വർദ്ധിച്ചിരിക്കുന്നത്. രാജ്യത്തെ ഏതാണ്ട് എല്ലാ ഡിസ്റ്റിലറികളുടെയും, പർട്ടിക്കുലർലി മഹാരാഷ്ട്രയിലെ ഡിസ്റ്റിലറികളുടെ മുഴുവൻ ഉൽപ്പാദന ശേഷി കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനിടെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശ കണക്ക് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റിലറി ഓണേഴ്സ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ ബാങ്കുകളിൽ നിന്ന് ഔദ്യോഗികമായി എടുത്ത കടത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 42,000 കോടി രൂപയാണ്. 42,000 കോടി രൂപ വായ്പ എടുത്തിട്ടാണ് അവർ ഇത്രയും ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിച്ചു വെച്ചത്. അപ്പോൾ അവർക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനനുസരിച്ച് എത്തനോൾ വിറ്റുപോയാൽ മാത്രമേ അവർക്ക് ഇതിൻ്റെ കടത്തിൻ്റെ റീപേയ്മെൻറ്റിലേക്ക് കടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ വലിയ ക്രൈസിസിലേക്ക് പോകും. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പോളിസി തീരുമാനം എടുത്തു കൊടുക്കുകയാണോ കേന്ദ്ര സർക്കാർ ചെയ്തത് എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. അങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ ഈ ഷുഗർ അല്ലെങ്കിൽ ഡിസ്റ്റിലറി ഓണേഴ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ലല്ലോ. ഇപ്പോൾ നിതിൻ ഗഡ്കരിയുടെ മകൻ്റെ എന്ന് പറഞ്ഞാൽ ഒറ്റ യൂണിറ്റായിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഇതിനൊരു അസോസിയേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, അതിനൊരു സമ്മർദ്ദ ഗ്രൂപ്പ് ഉണ്ടാവും. അങ്ങനെ ആയിരിക്കുമല്ലോ അത് പ്രവർത്തിക്കുക. ആ സമ്മർദ്ദ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ഇപ്പോൾ കണക്ക് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ആകെ 0.5% ഉൽപ്പാദനമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് വലിയ മേജർ പ്ലെയർ ഒന്നുമല്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞ് ആശ്വസിക്കാം നിതിൻ ഗഡ്കരിക്ക്. പക്ഷേ അവരുടെ കൂടെ ഇൻവോൾവ്മെൻറ്റോടുകൂടി ആയിരിക്കണം ഇതിൻ്റെ റോൾ ഔട്ട് നേരത്തെ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നാട്ടിൽ വാഹനം വാങ്ങുന്ന മനുഷ്യരോട് ഗവൺമെൻറ് ആ ഒരു വാഹനം വാങ്ങുമ്പോൾ കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ടല്ലോ, നിങ്ങൾക്കിതൊരു 15 വർഷത്തേക്ക് നിങ്ങളുടെ സൗകര്യത്തിനും നിങ്ങളുടെ ഇപ്പോൾ നൽകുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഉപയോഗിക്കാം എന്ന് പറയുന്നൊരു വാഗ്ദാനം ഉണ്ടല്ലോ. ആ വാഗ്ദാനം കഴിഞ്ഞിട്ട് ഇത് റോൾ ഔട്ട് ചെയ്താൽ മതിയല്ലോ. ഒരു സാങ്കേതിക വിദ്യയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ശ്രേണിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോഴാണല്ലോ ഏറ്റവും വലിയ അഴിമതി സാധ്യത എന്നതവിടെ കിടക്കുന്നത്. 2030 സംഭവിക്കേണ്ട ഒരു മാറ്റം നേരത്തെ ആക്കുന്നതിന് പിന്നിൽ ഒരു പക്ഷേ ആ ഒരു സാധ്യത കൂടി മുതലെടുക്കുക എന്ന ഉദ്ദേശമായിരിക്കും. അതായിരിക്കും, ഒരു സംശയമില്ല. ആ ഒരു സാധ്യത കൂടി എന്താ പറയുക മുതലെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരിക്കണം ഇത് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ കമ്മീഷൻ ഇടപാടുകളുടെ ഡീറ്റെയിൽസ് ഒരുപക്ഷെ ഒരു കാലത്തും പുറത്തേക്ക് വരില്ല. പക്ഷേ അതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് ഈ ഡിസ്റ്റിലറി ഉടമകൾ മുഴുവനും ഉണ്ട്. അപ്പോൾ അതിന് മറയിടാൻ വേണ്ടിയിട്ടാണ്, ഇത് കർഷകർക്ക് വലിയ ബെനിഫിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്ന വാദം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കർഷകർക്ക് വേണ്ടി ചെയ്തതാണ്. കർഷകരുടെ ഉൽപ്പന്നങ്ങളൊക്കെ അതാത് സമയത്ത് പ്രൊക്യൂർ ചെയ്ത് അവർക്ക് കൂടുതൽ പൈസ കിട്ടുകയാണ്. എത്തനോൾ ഉൽപ്പാദനം വന്നുകൂടി എന്ന് പറഞ്ഞാൽ ഒരു വ്യാഖ്യാനം സർക്കാർ വയ്ക്കുന്നത് ഇതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കർഷകർക്ക് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന സംഗതി മാത്രമാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് അരി പ്രൊക്വയർ ചെയ്യുന്നത് മുമ്പും സംഭരിച്ചിരുന്നു, അരി സംഭരണം ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് കരിമ്പ് സംഭരിച്ചിരുന്നു, അത് മുൻപും ഉണ്ടായിരുന്നു. ആ സംഭരണം എപ്പോഴും നടക്കുന്നുണ്ട്. അല്ലാതെ എഥനോൾ ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ കയ്യിലേക്ക് അഡീഷണൽ പൈസയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ ഡിസ്റ്റിലറി ഉടമകൾക്ക് വേണ്ടിയിട്ട് അവർ വലിയ പൈസ കടമെടുത്ത് അവരുടെ ഉൽപ്പാദന ശൃംഖല വികസിപ്പിച്ചപ്പോൾ അതിൽ അവർക്കൊരു സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇത് നേരത്തെ ആക്കിയതാണ് എന്ന വസ്തുത മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ കർഷകരുടെ കാര്യം പറയുന്നത് എന്നാണ് നമുക്ക് ആ ഈ ഡീറ്റെയിൽസ് മുഴുവൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, സർക്കാർ ഈ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇറക്കിയ ഈ വിശദീകരണക്കുറിപ്പിൽ ഓരോ സംഗതിയും എടുത്ത് ഇതിനെ വളരെ ലഘുവായി കാണാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, രാജ്യത്ത് ഈ വാഹനങ്ങളുടെ എണ്ണം നമ്മളൊന്ന് ആലോചിക്കുക. 2 വീലറുകൾ, 4 വീലറുകൾ, പെട്രോൾ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക.
ആ എണ്ണത്തിന് ആനുപാതികമായ ഉപഭോക്താക്കളോടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഈ വലിയ ചതി ചെയ്യുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ആ രൂപത്തിലാണ് എഥനോൾ 20% എഥനോൾ മിശ്രിതം കലർത്തിയ പെട്രോളിൻ്റെ ഉപയോഗത്തെ നമുക്ക് കാണേണ്ടി വരിക. എന്തായിരിക്കും വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഈ വിഷയം സജീവമായി ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ആം ആദ്മി പാർട്ടി, കോൺഗ്രസ്, ഇടത് പാർട്ടികൾ ഇവരൊക്കെ ഈ വിഷയത്തിൽ എന്തായിരിക്കും വരും ദിവസങ്ങളിൽ സർക്കാരിനോട് ചോദിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.